ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യ എന്ന ലോകത്തിലേക്കും ഏറ്റവും വലിയ യുവജന സംഘടനയാണ്. അതായത് 7,50,000 പരം യുവാക്കള് 125 പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന യുവാക്കള് 7.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള വലിയൊരു സംഘടനയുടെ കേരളത്തിലെ 4 സോണുകളിൽ ഒന്നായ സോൺ 22 സോൺ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആരംഭിക്കുന്നത് 1915 ഹെൻറി ഗിസിൻഡ് എന്നൊരു ദാർശനികനാണ്. ചിറിയാൻ വർഗീസ് നേരത്തെ സൂചിപ്പിച്ചു. ഹെർക്കുലേനിയം ഡാൻസ് ക്ലബ് എന്ന അമേരിക്കയിലെ മിസൗറിയിലെ ഒരു ഡാൻസ് ക്ലബില് ഒരുപറ്റം യുവാക്കള് തങ്ങളുടെ സായം സന്ധികള് എൻജോയ് ചെയ്യുവാനായിട്ട് കൂടിയിരുന്ന സമയത്ത് തങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെയും തങ്ങളുടെ സ്വയം നന്നാക്കുവാനും സ്വന്തമായ ഉന്നമനത്തിനും ആ ഉന്നമനത്തിലൂടെ മറ്റു പലരെയും നല്ല ഉന്നത നിലകളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എന്നുള്ള ഒരു വലിയൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് 1915 ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന ഈ വലിയ സംഘടന രൂപീകൃതമായത്. അതിനുശേഷം ലോകമെമ്പാടും ഈ സംഘടന വ്യാപിക്കുകയും ഇന്ന് യുവാക്കളുടെ ഇടയിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന സംഘടന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. കാരണം അതിന് പലതാണ്. ഇന്ന് ആധുനിക യുഗത്തില് അല്ലെങ്കിൽ സമകാലികമായ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളിലൊക്കെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് യുവാക്കളാണ്. നല്ല പ്രവൃത്തികളിലായാലും മോശപ്രവൃത്തികളിലായാലും എപ്പോഴും ലോക ശ്രദ്ധയൊക്കെയും യുവാക്കളിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബെയിലും ഒക്കെ ഉണ്ടായ വലിയ ഭീകര ആക്രമണങ്ങളെ പറ്റി അറിയാം. ഇതിലൊക്കെയും യുവാക്കളുടെ പങ്ക് വലിയതാണ്. ഇങ്ങനെയുള്ള മോശം പ്രവൃത്തികളിൽ നിന്ന് നല്ല പ്രവൃത്തികളിലേക്ക് യുവാക്കളെ കൈപിടിച്ചുകൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ലക്ഷ്യം. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ മിഷൻ തന്നെ to contribute to the advancement of global community by providing opportunity for young people to develop their leadership skills, entrepreneurship, social responsibility and fellowship to create a positive change എന്നാണ്. പലപ്പോഴും പല യുവാക്കൾക്കും തങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കാത്ത പല കഴിവുകളും ഈ കഴിവുകളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ അതിന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയുമാണ് ജൂനിയർ ചേംബർ പ്രസ്ഥാനം നടത്തുന്നത്. നല്ല നേതാക്കന്മാരെ സൃഷ്ടിക്കുക, നല്ല വ്യവസായ സംരംഭകരെ സൃഷ്ടിക്കുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, സമൂഹത്തിനോടും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും അധിഷ്ഠിതമായിട്ട് നല്ല സ്നേഹ സൗഹാർദ്ദങ്ങളെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ജൂനിയർ ചേംബർ പ്രസ്ഥാനം ഇന്നുവരേക്കും തുടർന്നു പോരുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യരാശി തന്നെ രക്തത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ശരീരത്തിലൂടെയൊക്കെ ഓടുന്നത് രക്തമാണ്. ജീവന്റെ തുടിപ്പ് തന്നെ രക്തമാണ്. രക്തമില്ലെങ്കിൽ നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇവിടെയാണ് ജൂനിയർ ചേംബറിന്റെ പ്രസക്തി. നീഡ് ബ്ലഡ് കോൾ ജേസീസ് എന്ന വലിയൊരു പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ ഏവരും കേട്ടിരിക്കാം. എവിടെ രക്തത്തിന് ആവശ്യപ്പെടുന്ന രോഗികളുണ്ടോ അവിടേക്കും ജൂനിയർ ചേംബറിന്റെ പ്രവർത്തകർ ഉണ്ടായിരിക്കും, ഏത് സമയത്തും എപ്പോഴും. അതുപോലെ തന്നെ ഈ വർഷം ജൂനിയർ ചേംബർ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്ന വലിയൊരു പ്രോജക്റ്റാണ് കരുണ. ഇന്ന് നമ്മുടെ സമൂഹത്തില് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും പുകയിലയോടനുബന്ധപ്പെട്ട മറ്റ് പ്രോഡക്ട്സിന്റെയും വളരെ വ്യാപകമായ ഉപയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനെ വളരെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള അനാരോഗ്യകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇറാഡിക്കേഷൻ ഓഫ് tobacco and tobacco related products from the campus എന്ന വലിയൊരു പ്രോജക്റ്റുമായിട്ടാണ് ജൂനിയർ ചേംബർ
ഇന്റർനാഷണൽ ഇന്ത്യ ഈ വർഷം മുന്നോട്ട് വെച്ച വലിയൊരു പ്രോജക്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അന്താരാഷ്ട്ര സ്ലോഗൻ തന്നെ ബി ബെറ്റർ എന്നാണ്. പലപ്പോഴും നമ്മൾ നല്ലതാണ് എന്ന് പലപ്പോഴും നമുക്ക് പറയുവാൻ സാധിക്കും. എന്തുകൊണ്ട് നമുക്കിപ്പോഴുള്ള ആ അവസ്ഥയിൽ നിന്ന് ഒരു പടിയൂടെ കുറച്ചുകൂടി നല്ല നിലയിലേക്ക് വന്നുകൂടാ, ആയിക്കൂടാ. അതാണ് നമ്മൾ പറയുന്നത് ബി ബെറ്റർ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുവാൻ നിങ്ങളുടെ മുന്നിൽ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നിവിടെ ഇരിക്കുന്ന ഈ സദസ്സിലോ വേദിയിലോ ഞങ്ങളെല്ലാം വളരെയധികം പ്രചോദിപ്പിക്കുകയും ജൂനിയർ ചേംബർ പ്രസ്ഥാനത്തിനെ ഞങ്ങളുടെ രക്തത്തിൽ അലിയിച്ചു ചേർക്കുകയും ചെയ്ത പ്രശസ്തനായ ട്രെയിനർ ഇന്നത്തെ നമ്മുടെ മോഡറേറ്ററായിട്ട് ജെ.സി. ചെറിയാൻ വർഗീസ് ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയാൻ വർഗീസിന്റെ ക്ലാസുകൾ കേട്ട് പ്രചോദിതരാകാത്ത ഒരു വ്യക്തികളും ഇന്നിവിടെ ഈ ഹാളിൽ ഉണ്ടായിരുന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ ഏറ്റവും നല്ല ദേശീയ പരിശീലകനായ ജെ.സി. എ.പി. തോമസ് തുടങ്ങിയവരുടെ ക്ലാസുകളും മോട്ടിവേഷനും ലഭിക്കാത്ത ആരും തന്നെയില്ല. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ജൂനിയർ ചേംബർ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും ഇതാണ്. കഴിവുകൾ തെളിയിക്കപ്പെട്ടവരെ സമൂഹത്തിൽ അംഗീകരിക്കുകയും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും നല്ല രീതിയിൽ സ്വായത്തമാക്കി നല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ലക്ഷ്യം. അതിനായിട്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം കൈകോർക്കുക, കൈ ചേർത്ത് നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും നല്ലൊരു സമൂഹത്തിന് വേണ്ടിയിട്ടും നല്ലൊരു രാജ്യത്തിന് വേണ്ടിയിട്ടും നല്ലൊരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ലൊരു ലോകത്തിന് വേണ്ടിയിട്ടും സമാധാനവും സന്തോഷവും ഒക്കെയും തുളിക്കുന്ന നല്ലൊരു ലോകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്, ബി ബെറ്റർ. താങ്ക് യു.